ജീവിക്കുന്നവരാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന് ഭരണാധികാരികളുള്ള നാടുകളുണ്ട്. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തസൗഫിന്റെ ആലിമീങ്ങളിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹ് അവരോട് ചോദിക്കുകയാണ്, അയ്യുന്നാസി ഖൈർ, ഈ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ല ഖൈറായ മനുഷ്യൻ ഇപ്പൊ ആരാ? ആബിദീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, ഉമറാക്കൾ, ബുസറാ ഉണ്ട്, ഖുറാഉകളുണ്ട്, ഹഫീദീങ്ങളുണ്ട്. ആരാണ് ഖൈറായവർ? ഖാല അസ്സുൽത്താൻ, നല്ല ഭരണാധികാരിയാണ്. പറഞ്ഞു, കുന്നാ നറാ ശർറന്നാസി സുൽത്താൻ, ഭരണാധികാരികൾ ഏറ്റവും മോശമാണെന്നാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ എങ്ങനെയാ സഹൽ എന്നവരെ നിങ്ങൾ സുൽത്താനാണ് ഏറ്റവും നല്ല ഖൈറായ മനുഷ്യൻ എന്ന് എങ്ങനെ പറയുന്നു? മഹ്ലൻ ഇന്ന ലില്ലാഹി ഫീ കുല്ലി യൗമിൻ നദറതൈൻ, അല്ലാഹു ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് ഓരോ ദിവസവും രണ്ടു നേരം നോക്കുന്നുണ്ടത്ര, രണ്ട് നോട്ടം. നദറത്തുൻ ഇലാ സലാമത്തി അംവാലിൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളുടെ സമ്പത്ത് സുരക്ഷിതമാണോ എന്ന് അള്ളാഹു നോക്കുന്നുണ്ട്. വനദറത്തുൻ ഇലാ സലാമത്തി അബ്കാരിഹിം, പിന്നൊരു നോട്ടം ഈ ഉമ്മത്തിലെ പെൺകുട്ടികൾ വ്യഭിചരിക്കപ്പെടാതെ ചാരിത്രശുദ്ധിയോടുകൂടെ ജീവിക്കുന്നുണ്ടോ എന്നും അള്ളാഹു ഒരു ഭരണാധികാരി ഭരണം നടത്തുമ്പോൾ രണ്ടു നേരം ഓരോ ദിവസവും അള്ളാഹുവിന്റെ തിരുനോട്ടമുണ്ടത്രേ ഭൂമിയിലേക്ക്. തന്റെ ഭരണകാലത്ത് മുസ്ലിമീങ്ങളുടെ സമ്പത്ത് സുരക്ഷിതവും അവരിലെ പെൺകുട്ടികൾക്ക് ചാരിത്രശുദ്ധിയും ഉണ്ടെങ്കിൽ അള്ളാഹു ആ സുൽത്താനിന് എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഭാഗ്യം അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ ഖൈറുന്നാസി അസ്സുൽത്താൻ, ജനങ്ങളിൽ ഏറ്റവും ഖൈറായവർ നല്ല ഭരണാധികാരി തന്നെ അല്ലയോ? അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നുൽ അയാദ് റഹിമഹുല്ലാഹ് പറയുന്നത്, ലൗ അന്നലി ദഅവത്തുൻ മുസ്തജാബ ലജഅൽതുഹാ ലിൽ ഇമാം. ഇവിടെ പറഞ്ഞ ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാണ്, നേരത്തെ പറഞ്ഞ പള്ളിയിലെ ഇമാമാണ്. ലൗ അന്നലി ദഅവത്തുൻ മുസ്തജാബ, അല്ലാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് തന്ന ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ദുആ, ഫുളൈൽ ഇബ്നു അയാദ്, നിങ്ങൾ ആ ദുആ ചെയ്താൽ, ആ നേരത്ത് ചോദിച്ചാൽ ഞാൻ തരാം എന്ന് അല്ലാഹു എനിക്കൊരു ഉറപ്പ് തന്നാൽ, ആ ദുആ ഞാൻ ആർക്കാന്നറിയോ? ലജഅൽതുഹാ ലിൽ ഇമാം, ഈ ഉമ്മത്തിന്റെ ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഞാൻ ദുആ ഇറക്കുക. കാരണം ലിഅന്ന സ്വലാഹു സ്വലാഹുൽ ഇബാദി വൽ ബിലാദ്, ഭരണാധികാരി നന്നായാൽ ജനങ്ങളും നാടും നന്നാവും. അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നല്ല മനുഷ്യരുടെ കൈകളിലേക്ക്, ജനാധിപത്യ സംവിധാനങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന നല്ലവരുടെ കൈകളിലേക്ക് അല്ലാഹു നൽകട്ടെ. നമുക്ക് ദുആ ഇറക്കണം. ലിഅന്ന സ്വലാഹു സ്വലാഹുൽ ഇബാദി വൽ ബിലാദ്. ഇത് പറഞ്ഞപ്പോഴാണ് അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാഹ് ഫുളൈൽ ഇബ്നു അയാദ് എന്നവരിലേക്ക് എഴുന്നേൽക്കുകയും ഫഖബ്ബല വജ്ഹഹു, മഹാന്റെ മുഖത്ത് ചുംബിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യാ മുഅല്ലിമൽ ഖൈർ മൻ യുഹ്സിനു ഹാദാ ഗൈറുക, ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഫുളൈൽ ഇബ്നു അയാദ്, യാ മുഅല്ലിമൽ ഖൈർ, ഖൈർ പഠിപ്പിക്കുന്ന മഹാനവറുകളെ, നിങ്ങളല്ലാതെ ആരാണ് ഇത്ര മനോഹരമായി ഇത്തരം വിഷയങ്ങൾ പറയുക? എത്ര നല്ല കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു ദുആ അല്ലാഹു എനിക്ക് നൽകുമെങ്കിൽ ആ ദുആ ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്വാർത്ഥനല്ല, ഒരു മുസ്ലിം സ്വാർത്ഥനാവാൻ പാടില്ല. ഒരു ദുആക്ക് ഉത്തരം അല്ലാഹു നൽകുമെന്ന് പറഞ്ഞാൽ മിനിമം എനിക്ക് സ്വർഗം തരണേ എന്ന് ഞാൻ ചോദിക്കുന്നില്ലേ നമ്മൾ പറയാ, സ്വന്തം തടി കഴിച്ചിലാക്കാൻ അല്ലേ? ആ മഹാൻ പറഞ്ഞ എന്താ? ആ ഒരു ദുആ കൊണ്ട് ഞാൻ ചോദിക്കുക, അല്ലാഹുവേ ഞങ്ങളുടെ ഭരണാധികാരിയെ നന്നാക്കണമേ എന്നായിരിക്കും ഞാൻ ദുആ ചെയ്യുക. ലജഅൽതുഹാ ലിൽ ഇമാം, അങ്ങനെ ദുആ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ വെള്ളിയാഴ്ച ഒരു ദുആ ഉണ്ട്. അങ്ങനെ വെള്ളിയാഴ്ചത്തെ അവസാനത്തെ മണിക്കൂർ, അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പുള്ള, അസർ മഗ്രിബിന്റെ ഇടയിലെ ഒരു മണിക്കൂർ സമയം, മൊത്തം 2-2.5 മണിക്കൂറേ കാണൂ. അതിൽപ്പെട്ട ഒരു മണിക്കൂർ നേരം ദുആക്ക് ഉത്തരം ഉറപ്പാണ്. ഇന്ന ഫീഹി സഅതൻ ലാ യുവാഫിഖുഹാ അബ്ദു മുഅ്മിൻ യസ്അലുല്ലാഹ ഇല്ലാ അഅതാ. അപ്പോൾ ചോദിച്ചാൽ അല്ലാഹു കൊടുക്കും. അങ്ങനത്തെ ഒരു നേരം വെള്ളിയാഴ്ച ഉണ്ട്, അസർ മഗ്രിബിന്റെ ഇടയിൽ. നല്ല ബറക്കത്തുള്ള സമയമാണ്. നമ്മുടെ നാട്ടിൽ നിക്കാഹൊക്കെ നടക്കലില്ലേ അസർ മഗ്രിബിന്റെ ഇടയിൽ വെള്ളിയാഴ്ച? നല്ല സമയം, നല്ല ബറക്കത്തുള്ള നേരമാണ്. ജുമുഅ കഴിഞ്ഞാൽ തന്നെ ബറക്കത്താ, മഗ്രിബ് വരെ. അസർ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സമയത്തിന്റെ പുണ്യം കൂടുകയാണ്. മഗ്രിബ് വരെ, സൂര്യ അസ്തമിച്ച കഴിഞ്ഞാൽ കഴിഞ്ഞു. വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട്. ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഇമാം മിമ്പറിൽ ഇരുന്ന് രണ്ടാം ഖുത്ബയ്ക്ക് വേണ്ടി, ഒന്നാം ഖുത്ബയുടെ ഇടയിൽ, രണ്ടാം ഖുത്ബയുടെ മുമ്പ് മിമ്പറിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നത് വരെ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. ഇതൊക്കെ എല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ്, ഉപയോഗപ്പെടുത്തുക. നല്ല നല്ല ദുആഇന്റെ നേരങ്ങളാണ്. യാ മുഅല്ലിമൽ ഖൈർ മൻ യുഹ്സിനു ഹാദാ ഗൈറുക,
അല്ലാഹുവിന്റെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ യംലികൂന അശ്ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദാ. അല്ലാഹുവിന്റെ അടുത്ത് ഒരു കരാർ റബ്ബ് തആലയുമായി ഒരു പ്രോമിസ് ഉള്ള ആളുകൾക്കാണ് അല്ലാഹുവിന്റെ അടുത്ത് ശഫാഅത്ത് ഉണ്ടാവുകയുള്ളൂ. ലാ യംലികൂന അശ്ശഫാഅ, ആർക്കും നാളെ ശഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദാ, അല്ലാഹുവിന്റെ അടുത്ത് ഒരു കരാർ ഉണ്ടാക്കിയ ആളുകൾക്കൊഴികെ അവർക്ക് ശഫാഅത്ത്. എന്താണ് ഈ കരാർ? എന്താണ് അഹദ്? ഖാല, ഈ അഹദ് എന്ന് പറഞ്ഞാൽ മഹാനായ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ തങ്ങൾ പറയുന്നു, അൽ അഹദു അസ്സലാഹ്. അള്ളാഹുവിന്റെ അടുത്ത് ഒരു കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ കരാറിന്റെ അർത്ഥം അസ്സലാഹു, നന്മയാണ്, നല്ല ആളാവുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിച്ചവർക്കൊക്കെ ശഫാഅത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ഫ്രണ്ട്സ് വേണം എന്ന് പറയാൻ കാരണം. പെൺകുട്ടികളെ, നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന പെൺകുട്ടികൾ നിങ്ങൾക്ക് കൂട്ടുകാരികളായി വേണം. എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന നല്ല മക്കൾ നിങ്ങൾക്ക് കൂട്ടുകാരായിട്ട് വേണം. എന്തേ? നാളെ അവരൊക്കെ ശഫാഅത്ത് ചെയ്യും. ഇന്ന ലികുല്ലി മുഅ്മിനിൻ ശഫാഅ, എല്ലാ മുഅ്മിനിനും നാളെ ശഫാഅത്ത് ഉണ്ട്. അൽ മുഅ്മിനൂന യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ ശുഫആ, മുഅ്മിനീങ്ങൾ അന്ന് പരസ്പരം ശഫാഅത്ത് ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളെ കൊണ്ട് നമുക്ക് ശഫാഅത്ത് കിട്ടി രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കൾ നല്ലവരായി മാറണം, അവരിൽ സ്വലാഹ് വേണം, നന്മയുണ്ടാവണം. ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹിമഹുല്ലാഹ് പറയുന്നു. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ ഒരു ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ എന്ന് കൊച്ചുനാളിൽ എൻ്റെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്തത് ചൊല്ലി വളർന്ന മോനാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ. ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായ അല്ലാഹുവിൻ്റെ സൂഫി വര്യനായ അലിമാൻ. മഹാനൊരു കാര്യം പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും കുട്ടികളൊക്കെ പഴിച്ചു പോവാണ്, കുട്ടികളൊക്കെ ഇങ്ങനെ തിരക്കേടില്ല. ഒരു മദ്രസ 5ാം ക്ലാസ്, സ്കൂൾ 5, 6, 7, 8 ആവുമ്പോഴേക്കും പിന്നെ നമ്മുടെ കൺട്രോളിൽ നിന്ന് മക്കൾ പോവാണ്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, അവരൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ, കൺകുളിർമയുള്ള മക്കളാക്കി തരട്ടെ. നമ്മൾ വളർത്തുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. 15 വയസ്സ് വരെ, 21 വരെ തർബിയത്ത് കൊടുക്കണം എന്നാണ്. 21 കഴിഞ്ഞാൽ പിന്നെ അർസിലിൽ ഹബ്ല അല അച്ഖിഹിം, പിന്നെ കയർ ഊരി വിട്ടേക്ക്. പിന്നെ അവരുടെ മേൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുവരെക്കല്ലാതെ. അതുവരെ ദുആയും വേണം, അധ്വാനവും വേണം. ലാഇബുഹും സബ്അൻ, ആദ്യത്തെ 7 കൊല്ലം കുട്ടികളൊപ്പം കളിക്കണം എന്നാണ്. 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടികളൊപ്പം ഒരു കളിക്കൂട്ടുകാരനാവണം വാപ്പ. 7 മുതൽ 14 വരെ അദ്ദിബുഹും സബ്അൻ, അവർക്ക് അദബ് പഠിപ്പിക്കണം. അവിടെയാണ് ശിക്ഷണം കൊടുക്കേണ്ടത്, നിസ്കാരം പഠിപ്പിക്കേണ്ടത്, കളവ് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കേണ്ടത്, നല്ല ശിക്ഷണങ്ങൾ കൊടുക്കേണ്ടത്. 7 മുതൽ 14 വയസ്സാണ്. 14 കഴിഞ്ഞാൽ കുട്ടികൾ പറയാൻ തുടങ്ങും, വാപ്പ അങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കോ, ഉമ്മ അങ്ങളെ ഉപദേശം കേട്ടെങ്കിൽ ബോറടിക്കുന്നുണ്ട്, ഈ പെരയിൽ എപ്പോഴും ഉപദേശം തന്നെയാണ് എന്ന് മക്കൾ പറയാ. 14 കഴിഞ്ഞാലാ. 14 വയസ്സ് വരെ പറയൂല. അള്ളാഹു പടച്ച ബോഡിയാണിത്, അള്ളാഹ്ക്ക് അറിയാലോ അത് എപ്പോഴാണ് കേടുവരാണ്. 14 വയസ്സ് വരെ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് ഫലം കിട്ടൂല, പ്രയാസം കിട്ടൂല എന്നല്ല, ടൈം എടുക്കും. 7 മുതൽ 14 വരെ അങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് സുവർണാവസരമാണ്. അവരെ എങ്ങനെ വേണമെങ്കിലും ദീനിന്റെ ചുറ്റുപാടിലേക്ക് കൊണ്ടുവന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന ടൈമാണത്. 7 കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു സ്വാഹിബുഹും സബ്അൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണിത്. അവരുടെ കൂട്ടുകാരനായി നിങ്ങൾ അവരുടെ കൂടെ ജീവിക്കണം. പിന്നെ ഫ്രണ്ട് ആവണം. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ കൺസേൺസ്, അവർക്ക് ആരെങ്കിലും മയക്കുമരുന്ന് ഓഫർ ചെയ്തോ അല്ലെങ്കിൽ വല്ല പ്രേമവും കുടുങ്ങിയോ, ഇതൊക്കെ നിങ്ങളോട് വന്ന് സമാധാനത്തോടെ പരിഹാരം ചോദിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആവണം. നിങ്ങൾ കണ്ടിട്ട് പേടിപ്പിച്ച് തച്ച് പൊടിപൊടിയാക്കുന്ന വാപ്പയാണ്, പിന്നെ അവരൊന്നും പറയൂല. ഉമ്മ അങ്ങനെയാണ്, അപ്പൊ ഉമ്മാനോടും പറയൂല. പിന്നെ അവർ വേറെ വല്ല ഗേങ്ങിലും ചെന്നപ്പെടും. നിങ്ങളോട് അവർക്ക് സംസാരിക്കാൻ പറ്റണം. ആ ഒരു രീതിയിലെ 14 കഴിഞ്ഞാൽ പിന്നെ പെരുമാറാൻ പാടുള്ളൂ. ചെറിയ കുട്ടികളോട് പെരുമാറുന്ന പോലെ 14 മുതൽ 21 വരെ അവരുടെ കൂട്ടുകാരെ പോലെ പെരുമാറും. അല്ലാതെ നമ്മൾ മസിൽ പിടിച്ചിട്ട് കാര്യമില്ല, അവർ കേൾക്കൂല. നമ്മൾ മസിൽ പിടിച്ചാൽ അവർ കേൾക്കൂലല്ലോ, അതല്ല എൻ്റെ അത്ഭുതം. അവർ കേൾക്കാൻ താല്പര്യമില്ല. ഹൈസ്കൂളൊക്കെ, ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. ആ ഏജ് റേഞ്ച് എനിക്കറിയാം. ഒരു 14 മുതൽ ഒരു 19 വയസ്സ് വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവരെ നമ്മൾ ഈ മുഖം ചുരുട്ടി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അവരോട് മാനസികമായൊരു ബന്ധം, ഒരു ബ്രിഡ്ജിങ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുത്തവരെ കിട്ടുള്ളൂ. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വേറിട്ട് പോകില്ല. പിന്നെ നമുക്ക് അവരെ ശിക്ഷണമോ ശിക്ഷയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർ നേർക്കുനേരെ നമ്മൾ പറയുന്ന പോലെ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കും. അതിനാവശ്യം പേടിപ്പിക്കലല്ല. സ്വാഹിബുഹും സബ്അൻ, അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം എന്നാണ്. അധ്യാപകരൊക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അധ്യാപകരെ ഭയങ്കര വെറുപ്പായിരിക്കും. ആ അധ്യാപകൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്യും.
ലാഇബുഹും സബ്അൻ അദ്ദിബുഹും സബ്അൻ വസാഹിബുഹും സബ്അൻ ثم ارسل الحبل على عاتقهم. പിന്നെ കയറണ്ട് ഇട്ട് കൊടുത്തേക്ക്. പിന്നെ അവർ എവിടെ പോയാലും പിന്നെ പേടിക്കണ്ട. ഈ 3 ഏഴുകളെ നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് മഹാനായ അലിയുൻ കറമല്ലാഹു വജ്ഹ, ഹബീബിന്റെ പുതിയാപ്പിളയും അഹ്ലു ബൈത്തിലെ മഹാനുമായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ വഴിയിലേക്ക് വരാം. സഹ്ൽ തങ്ങൾ പറയാണ്, ഇദാ കാനത് തസവ്വുജു അലാ ഗൈരി സുന്നഹ് കാനൽ വലദു ഉഖൂബ ഫകൈഫ തുരീദു മിൻ വലദിൽ ഉഖൂബത്തി സ്വലാഹ്. ഇദാ കാനത് തസവ്വുജു അലാ ഗൈരി സുന്നത്തിൻ, വിവാഹം നടക്കുന്നത് ഹബീബായ നബിയുടെ സുന്നത്തിന് അനുചിതമായിട്ടല്ലെങ്കിൽ, വിവാഹിതരായത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട വിവാഹിതരായത്, വലിയില്ല, ഷുഹൂദില്ല, സാക്ഷികളില്ല, എങ്ങനെയാ പിന്നെ ആ നിക്കാഹ് ശരിയാവുക? ഇദാ കാനത് തസവ്വുജു അലാ ഗൈരി സുന്നഹ്, സുന്നത്തായ നിബിധങ്ങൾ നിശ്ചയിച്ച പ്രകാരമുള്ള വിവാഹമാണ് ഒരു മുസ്ലിം ആണും പെണ്ണും ആ നിക്കാഹിലൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ആ വിവാഹം ശരിയായില്ല എങ്കിൽ ഖാനൽ വലദു ഉഖൂബ, അവർക്ക് ജനിക്കുന്ന മക്കൾ പിന്നെ ശിക്ഷയാണ്. അവർക്ക് ജനിക്കുന്ന മക്കള് ശിക്ഷയുടെ മക്കളാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫകൈഫ തുരീദു മിൻ വലദിൽ ഉഖൂബത്തി സ്വലാഹ്, ശിക്ഷയായി അല്ലാഹു നൽകുന്ന ഒരു മകൻ ഒരു മകൾ, അവരിൽ നിന്ന് എങ്ങനെയാണ് നന്മ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചത് ഉദ്ദേശം 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങളെ. എങ്ങനെ നിങ്ങളുടെ വിവാഹ സമയത്ത് തീരുമാനിക്കേണ്ട വിഷയമാണത്. യാ അല്ലാഹ്, ഒന്ന് അഖദിന്റെ ഷർത്തുകൾ, വിവാഹത്തിന്റെ ഷർത്തുകൾ പാലിച്ചില്ല, അല്ലെങ്കിൽ പെണ്ണിനെ വിവാഹം ചെയ്തത് പൈസ കിട്ടാനായിരുന്നു, സ്ത്രീധനത്തിന് വേണ്ടിയാ കല്യാണം കഴിച്ചത്. ഇതിലൊക്കെ ജനിക്കുന്ന മക്കളിൽ സ്വലാഹ് ഇല്ലാതെ പോകുന്ന അത്ഭുതങ്ങൾ കാണാൻ പറ്റും. മക്കൾ നന്നാവില്ല. കല്യാണം കഴിച്ചത് പെണ്ണിന്റെ വാപ്പാന്റെ മുതൽ കണ്ടിട്ടാ. ആകെ വീടുകളിൽ പ്രശ്നമുണ്ടാക്കുന്നതും യാ അല്ലാഹ്, ഈ അമ്മായിമ്മപ്പൂരൊക്കെ കണ്ണൂർ ജില്ലയിലെ കുറവാകാരം. കാരണം പെണ്ണ് നിൽക്കുന്നത് പെണ്ണിന്റെ വീട്ടിലാണ്, പുതിയാപ്പിള ഇങ്ങോട്ട് വരികയാണ്. സംഗതി ആ സിസ്റ്റത്തിൽ നമുക്കൊരു ഇജ്ജത്തിന് കുറവൊക്കെ തോന്നും. പക്ഷെ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ല സിസ്റ്റമാണത്. ഒരു അമ്മായിമ്മപ്പൂരം അവിടെ ഇല്ല, ഓളെ വീട്ടിലാണ് നിൽക്കുന്നത്. പുതിയാപ്പിളയാണ് ഇവിടെ വരുന്നത്. പുതിയാപ്പിളയെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ ഞാൻ പറയുന്നത്, അമ്മായിമ്മപ്പൂര് എന്ന് പറഞ്ഞാൽ ആ പൂരുണ്ടല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പെണ്ണ് കൊണ്ടുവന്ന പൊന്ന് പോരാ, ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേക്ക് മറ്റേ തേക്കായിരുന്നു, നെൽമ്പൂർ തേക്കല്ല. ഓള് കൊണ്ടുവന്ന സാധനം ചൈനൻ്റെതായിരുന്നു, അത് ജപ്പാൻ്റെതല്ല. ഇതൊക്കെ ഇവിടെ പ്രശ്നം. മുതലിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളെ ഇവിടെ ഉള്ളൂ. ഭർത്താവും ഭാര്യയും അവർ കൂളായിട്ട് ജീവിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ പ്രശ്നമൊക്കെ അവൾ കൊണ്ടുവന്നത്, ഇനിയിപ്പോൾ ഉലഹിയത്താണെങ്കിൽ ആ പോതിൻ്റെ കനം കുറഞ്ഞു, ഇനിയിപ്പോൾ അതാണ്ടാവുക. ഈ കനം കൂടിയാൽ തന്നെ കുറേ എല്ലായിരുന്നു. എന്ത് ആക്ര പിടിച്ച മനുഷ്യന്മാര്, യാ അല്ലാഹ്. ഇതിനെ ചൊല്ലിയാണ് കച്ചറ. ആ പെണ്ണിന് സ്വൈരല്ല. നീ എന്താ കൊണ്ടുവന്നത്? ഇവൻ തറട്ട് കാത്തുക്ക, അമ്മോഷം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ ചുമരും വാതിൽ കട്ടിലും ജനലും ഒക്കെ. അവനെ ഒപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കിയ പോരെ പോരാ. ആ സമയം വരെ ഒന്ന് സുബ്രയ്യേ, അള്ളാഹു നിനക്ക് ഫതഹ് തരും. എന്നിട്ട് അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാത്തതിന് പരാതി. അതൊരു നിന്നെപ്പോലെ വീട്ടുകാരനല്ലേ? നിനക്കൊരു പെൺകുട്ടി ജനിച്ചാൽ നിന്റെ മരുമകൻ ഇതുപോലെ നിന്നെ കാത്തിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ? പരിധില്ലേ? പറ്റുന്നവരും പറ്റാത്തവരുണ്ടാവില്ലേ? ആക്ര കാണിക്കാൻ പറ്റുമോ? കരിഹലക്കും ഖീല വഖാൽ വകസറത സുആൽ വഇളാഅത്തൽ മാൽ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ചോദിക്കരുത്. പുണ്യനബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാത്തിൻ മൻഅൻ വഹാത്തിൻ, നമ്മുടെ അവകാശപ്പെടാത്തത്, നമ്മുടെ ഹക്കല്ലാത്തത് ചോദിക്കാൻ പാടില്ല. ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് കൊണ്ടുവരേണ്ടതാണ്. ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാന്ന് പറഞ്ഞാലേ പെണ്ണിന്റെ പൊന്ന് കൊണ്ടുവരാനുള്ളതല്ലത്. പുതിയാപ്പിളയാണ്, വിവാഹത്തിന്റെ ചെലവ് പോലും പുതിയാപ്പിള വഹിക്കണം എന്നാണ്. അത് പിന്നെ പോട്ടെ, ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണില്ല. മിനിമം ആ പെണ്ണിനോടൊരു പൈസ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഹക്കുണ്ടോ അത് ചോദിക്കാൻ? നാട്ടു നടപ്പുണ്ടോ? നാട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തു പോന്നോ? അതല്ല ഇവിടെ വിഷയം. ശരീഅത്തിന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ മഹർ കൊടുത്ത് അവളെ സ്വീകരിക്കുക, എന്നിട്ട് അവളെ സംരക്ഷിക്കുക. ഇംസാഖും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. എന്റെ മോളെ നല്ല നിലക്ക് നീ കൊണ്ടുനടക്കണേ. നിനക്ക് കൊണ്ടുനടക്കാൻ പറ്റൂലേ? നല്ല നിലക്ക് ഒഴിവാക്കി തന്നേക്ക്. എന്റെ മോളെ നോക്കാൻ ഭാരമുണ്ടായിട്ടല്ല നിന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവളെ വിവാഹം ചെയ്ത് കൊണ്ടുപോയി ഹയറില്ലാതെ കെട്ടിടരുത്. അവളെ നീ നല്ല നിലക്ക് തൊലാഖ് ചൊല്ലി ഒഴിവാക്കിക്കോ. എന്റെ മോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. എന്നെ കൂടെ പറ്റാത്തത് കൊണ്ടല്ല, വിവാഹിതയായി ജീവിക്കൽ സുന്നത്താണല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ഇത് പറഞ്ഞിട്ടാണ് കല്യാണം ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയാം അവള് കൊണ്ടുവന്ന പവന് പോരാ, പൈസ പോരാ, ഓല വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് പോരാ. ഈ വേറെ വീട്ടിൽ നിന്ന് നാണുണ്ടോ നമുക്കിതൊക്കെ പറയാൻ?
വേറൊരു പെണ്ണിനെ, ആ പെണ്ണ് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നത്, ഞാൻ പറയട്ടെ, ഇസ്ലാമിന്റെ ഹക്കായ നിയമം പറയട്ടെ, അമ്മായിമാനെ നോക്കാനല്ല മരോള് വരുന്നത്. അറിയാം നിങ്ങൾക്ക്? പുതിയാപ്പിള്ള നോക്കാനാ. അമ്മായിമ്മയെ നോക്കാനല്ല ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്നത്. അവൾ നോക്കുന്നത് ഭർത്താവിനെ നോക്കാനാ. അവളുടെ ബാധ്യത അതാണുള്ളത്. അമ്മായിമ്മയെ നോക്കേണ്ട ബാധ്യത അമ്മായിമ്മന്റെ മക്കൾക്കാണ്. പക്ഷേ നല്ല മക്കളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അവര് സ്വന്തം ഉമ്മയെ നോക്കുന്ന പോലെ നോക്കുന്ന പെൺകുട്ടികളുണ്ട്. പക്ഷേ നാവ് കൊണ്ടെങ്കിലും വെറുപ്പിക്കുന്ന ഉമ്മമാരെയാണ് ഞാൻ പറയുന്നത്. സ്നേഹം കൊടുക്കേണ്ടതിന്റെ പകരം കൊണ്ടുവന്നത് പോരാ 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 എന്ന് പറഞ്ഞ് ഭാര്യ വീട്ടുകാരെ ഇകഴ്ത്തി കാണിക്കുക, അവരെങ്ങനെ താറടിച്ച് കാണിക്കുക, അവരെ ഒന്ന് നിസ്സാരപ്പെടുത്തി കാണിക്കുക. ഇതൊരു ഹോബിയാണ്. നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളെ അവരെ കെട്ടിച്ചയക്കുന്നില്ലേ? അവര് മറ്റു വീടുകളിൽ പോയി ജീവിക്കുന്നില്ലേ? നമ്മുടെ പെൺമക്കളെ നമ്മൾ കാണുന്ന പോലെ നമ്മുടെ മരുമക്കളെന്ന് വടക്കോട്ട് പറഞ്ഞ പെങ്ങളെ കുട്ടികളാണ്. നമ്മളെ നാട്ടിലാണ് പുതിയാപ്പിളിന്റെ മകന്റെ ഭാര്യയാവുന്നത്. നമ്മുടെ മക്കളുടെ ഭാര്യമാർ, അവരെ നമുക്ക് സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയണം. ആർത്തിയില്ലാതെ നോക്കണം. സമ്പത്തല്ല നമ്മൾ അവരിലേക്ക് നോക്കേണ്ടത്. സമ്പത്തിന് വേണ്ടിയല്ല അവരെ കൊണ്ടുവന്നത്. നിങ്ങൾ കല്യാണം കഴിച്ചത്, മഹാനവറുകൾ പറയുകയാണ്, എന്താ പരിപാടി എന്നറിയോ? 5 പവൻ മഹർ തരും ഞങ്ങള്. എന്നതിനർത്ഥം 50 ഇങ്ങോട്ട് തരണമെന്ന് മിനിമം. ഇവൻ കഷ്ടപ്പെട്ട് 10 പവൻ തരും. എന്താ അതിന്റെ മറി? 100 ഇങ്ങോട്ട് കിട്ടണമെന്ന്. ഉളുപ്പില്ല ചങ്ങായിമാരെ ഇതിനൊക്കെ. നിങ്ങൾ കൊടുക്കുന്ന മഹർ നിങ്ങൾ കൊടുത്തോ? അത് കൊടുത്തു കഴിഞ്ഞു. ആ മഹർ പെണ്ണിന് മിൽക്കാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഉടമപ്പെട്ടതാണ് മഹർ. അത് അവളുടെ സാധനമാണ്. ഭർത്താവിന് എടുക്കണമെങ്കിൽ ഇവരെ ഭാര്യയുടെ സമ്മതം വേണം. അതിനെ വെച്ച് വിലപേശുകയാണ് നമ്മൾ, അല്ലേ? എന്നിട്ട് പറയും നമുക്ക് കിട്ടിയത് ഇത്രയാണ്. ഇത്രക്കൊക്കെ നമ്മുടെ കുടുംബത്തിലെ കല്യാണം നടക്കാറുള്ളത്. നിങ്ങൾ ഈ കച്ചവട പരിപാടി നിർത്തിക്കൂടെ? സമയായില്ലേ? ഇത് കച്ചവടമല്ല. അതുകൊണ്ടാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോ ഇത്ര മഹറിന് പകരം എന്ന് പറയരുത്. ഇത്ര മഹർ നിശ്ചയിച്ച് എന്റെ മോളെ ഞാൻ വിവാഹം ചെയ്തു തരുന്നു. ഇത്ര മഹറിന് അത്രേ പറയാവോ? ഇത്ര മഹറിന് പകരത്ത് കച്ചവടമല്ലേ ഇത്? മഹറിന് പകരം അവളെ തരില്ല. ആ മഹറിന്റെ വില മാത്രമല്ല, അവൾക്ക് അതിലേറെ വിലയുണ്ട്. മഹർ എന്നതൊരു ഹദിയയാണ്, അതൊരു സമ്മാനമാണ്. ആ സമ്മാനം മഹറായി നിശ്ചയിച്ച് എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു. അതാ നമ്മൾ പറയുന്നത്. ഭാര്യയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത് പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ ജനിക്കുന്ന മക്കളിൽ സ്വലാഹ കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞു പോയതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മക്കൾക്ക് ഇതൊന്നും വേണ്ട. പക്ഷെ ആക്രമൂത്ത വാപ്പാരും ഉമ്മാരുണ്ടാവും, അമ്മമാരും. കുറച്ച് അമ്മമാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അമ്മോന്റെ ആവശ്യമാണത്. പൊന്നാരമ്മോനെ, ഈ മാതിരിയുള്ള ആർത്തിയൊക്കെ നിർത്തിക്കളി. സമ്പത്തിന് വല്ല കച്ചവടം ചെയ്തേക്ക്, ജോലി ചെയ്തേക്ക്. കല്യാണം കഴിക്കുന്നത് പൈസക്കല്ല. പൈസ മോഹിക്കും വേണ്ട, ആഗ്രഹിക്കും വേണ്ട, നിങ്ങൾ അതിലേക്ക് ചിന്ത കൊടുക്കുകയേ വേണ്ട. നമുക്ക് പാടില്ല അത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ വീടുകൾ, എത്ര നല്ല മനോഹരമായ വീടുകളാണ് പൊന്തുന്നത്. ആ വീട് വല്ല സമാധാനമുണ്ടോ? ഭാര്യ വീടിന് കൊണ്ടുവന്ന പോരാ, ഈ പെൺകുട്ടി മരണം വരെ ഇത് കേട്ട് സഹിക്കണം. അതുകൊണ്ട് ആത്യന്തികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അവരെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, അവൾക്ക് ഭക്ഷണവും താമസവും പാർപ്പിടവും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ എങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം ചെയ്താൽ മതി. നിങ്ങൾ ആ പെണ്ണിൽ നിന്ന് പൈസ മോഹിക്കരുത്. അവിടെ വാപ്പാന്റെ പൈസ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ കാനൽ വലദു ഉഖൂബ, മക്കൾ നിങ്ങൾക്ക് ശിക്ഷയായിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ മക്കളിലും ഭാര്യയിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നഷ്ടമാകുന്ന വിധമുള്ള ചുറ്റുപാടുകൾ നിങ്ങളുടെ ഭാര്യയിലും മക്കളിലും വരാനിടയുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണമേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നത് ആ പെണ്ണിന്റെ നന്മയും സ്വലാഹും അവളുടെ ദീനും കണ്ടുകൊണ്ടായിരിക്കണം. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. സൗന്ദര്യം അതിന്റെ കൂടെയുണ്ട്, സമ്പത്തുണ്ട്, അവളുടെ വാപ്പാക്കൽ അവൾക്ക്, അല്ലെങ്കിൽ അവളുടെ തറവാടിത്തമുള്ള കുടുംബമാണ്, ഇതൊക്കെ അതിന്റെ പിന്നിൽ വരാം, കുഴപ്പമില്ല. നിങ്ങളുടെ ലക്ഷ്യം ദീനായിരിക്കണം. നിങ്ങൾ സമ്പത്തിനല്ല, അവളുടെ സൗന്ദര്യത്തിനുമല്ല, അവളുടെ തറവാടിത്തത്തിനുമല്ല, അവളുടെ ദീനിനാണ്. ഫദ്ഫർ ബിദാത്തിദ്ദീൻ. നല്ല സ്വഭാവമുള്ള സംസ്കാരമുള്ള മോളാണ്, അതുകൊണ്ടായിരിക്കണം നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത്. അങ്ങനെ അല്ല എങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും മക്കളിൽ ഇടയിലും ഖസ്വത്തും അദാവത്തും ഉണ്ടാകും. പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാതെ വരികയും മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് മഹാന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു.
എന്നിട്ട് ആ മക്കൾ മോശപ്പെട്ടു പോകുമ്പോൾ മക്കളെ പറ്റി നമ്മൾ പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ ഹുദൈഫ തങ്ങൾ അടക്കമുള്ള സ്വഹാബികൾ വേറെ റാവിമാരുണ്ട്. ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയകൂനൽ വലദു ഖൈളാ, പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ടാകുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. അയകൂനൽ വലദു ഖൈളാ, പിന്നെ പറഞ്ഞു ഖൈളാ. ഖൈള് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള മക്കള്, എന്ത് പറഞ്ഞാൽ അപ്പൊ എറിഞ്ഞു പൊട്ടിക്കും. അതന്നെ, പിന്നെ അങ്ങോട്ട് അടങ്ങും. ഒരു തീ പോലെ പടർന്നു വരും, പിന്നെ അങ്ങോട്ട് അടങ്ങും. അങ്ങനെ ഖൈളൻ, കത്തിപ്പടരുന്ന ദേഷ്യമുള്ള മക്കൾ ഉണ്ടാകുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ട്? നമ്മുടെ വിവാഹങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പരിപാടികൾ കൊണ്ടുവരുന്നത് കൊണ്ടാണ്. വിവാഹത്തിന്റെ തലേന്ന് തോന്നുന്നു എത്രയോ വ്യഭിചാരങ്ങളടക്കം നടക്കുന്നത് വിവാഹത്തിന്റെ തലേ ദിവസമാണ്. മുതിർന്ന ആളുകൾ പോയി കടന്നുറങ്ങാൻ, കുട്ടികൾക്ക് വേദികൾ ഒഴിഞ്ഞു കൊടുക്കുന്ന ഇഷ്ടം പോലെ കാശും, നൈറ്റ് മ്യൂസിക് പരിപാടികൾ, പച്ചയായ ഡാൻസ് പരിപാടികൾ, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങൾ ചാടിക്കളിക്കുന്നത് നമുക്ക് ശറയിലത് പാടില്ലല്ലോ. സ്വതന്ത്രവാദികളോടോ ഫ്രീ ചിന്താഗതിക്കാരോടോ അല്ല ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങളായ എൻ്റെ സത്യവിശ്വാസികളോടാണ്. നമുക്കത് പാടില്ല. അത് പറ്റുന്നല്ലോ ചെയ്തോട്ടെ, നമുക്കത് പാടില്ല. നമ്മുടെ വിവാഹങ്ങൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് ചോദിച്ചു, അല്ല എന്താ പറ്റിയത്, എന്തേ നിങ്ങളുടെ കല്യാണമൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? അതിപ്പോ കുട്ടികളല്ലേ നടത്തുന്നത്, ഓരോടിപ്പം നിങ്ങളല്ലേ പൈസ കൊടുക്കണത്, നിങ്ങളല്ലേ കാശ് കൊടുക്കണത്, ഫണ്ട് ചെയ്യുന്നത് നിങ്ങളല്ലേ, നിങ്ങൾക്കവിടെ അധികാരമൊന്നുമില്ലേ കുട്ടികൾ നടത്തുക എന്ന് പറയാ? കുട്ടികൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് ആണോ? അതിപ്പോ കുട്ടികളെ ഏർപ്പാടാക്കിയപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. നിങ്ങൾക്കവിടെ റോളും ഇല്ലേ? നിങ്ങൾ എന്താ അവിടെ മണി മെഷീനാണോ? വിവാഹം നടക്കുമ്പോൾ സുന്നത്തുകൾ പാലിക്കാതിരിക്കുകയും ഹബീബായ നബി തങ്ങളുടെ ചര്യ പാലിക്കാതിരിക്കുകയും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരുകയും പുതിയണ്ണിനെ പുതുനാരിയെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ പരസ്യമായും സ്റ്റേജിൽ ഇരുത്തുമ്പോ അത് കാണുന്ന ഓഡിയൻസ് മെഹ്റമുകളാണോ? ആണോ? എല്ലാവർക്കും മെഹ്റമീങ്ങൾ ഉണ്ടാവുക അല്ലല്ലോ. മെഹ്റമീങ്ങളല്ലാത്തവരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് ആർക്കറിയാത്തത്? നാടിന്റെ ട്രെൻഡ്, ഈ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വിവാഹങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അതിലൂടെ ജനിക്കുന്ന മക്കൾ വലദുൽ ഉഖൂബ, അല്ലാഹു ശിക്ഷയായി നൽകുന്ന മക്കളായിരിക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബുകൾ താബിഈങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم. നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ പേടിക്കണമേ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. المال والبنون, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സമ്പത്ത്. എൻ്റെ മകൻ ഡോക്ടറാണ്. എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ മതി. അപ്പം പറയുന്ന മകൻ ഡോക്ടറാണ്, കല്യാണം കഴിച്ച ഡോക്ടറാണ്, ഓളമ്മ അങ്ങനെയാണ്. ഇതൊന്നും മൂസാ നബിയോട് മാ തിൽക്കബി യമീനിക്കയാ മൂസ എന്ന് ചോദിച്ച പോലെയാണ്. മൂസാ നബി എന്താ വലത്തെ കയ്യിൽ വടിയാന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. മൂസാ നബി അലൈഹി സ്വലാം കുറേ സന്തോഷം കൊണ്ട് പറഞ്ഞു. ഇന്ന് മക്കളെ പറ്റി അഭിമാനം പറയാം, സന്തോഷം കൊണ്ട് പറയാണ്. എന്നാലും ഫഖ്റായിട്ട് പറയാൻ സ്വാലിഹീങ്ങളാണെങ്കിൽ പറഞ്ഞാൽ മതി, എൻ്റെ മോൻ ഹാഫിദുൽ കിതാബില്ല, എൻ്റെ മകൻ ഒരു മുതഅല്ലിമാണ്, ഒരു ആലിമാണ്, എൻ്റെ മകൻ ഒരു ഹാഫിളാൻ, അല്ലെങ്കിൽ ദീനിൻ്റെ ഒരു ഖാദിമാണ്. അതൊക്കെ പറഞ്ഞോളി. നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, എൻ്റെ മോൻ ഒരാളിപ്പോൾ US ലാണുള്ളത്, മറ്റോ കാനഡയിൽ പോയിട്ടുണ്ട്, അടുത്ത ആളിപ്പോൾ ഓസ്ട്രേലിയക്ക് ശരിയായിട്ടുണ്ട്, മറ്റൊക്കെ ഇവിടെ നീറ്റ് പാസ്സായിരിക്കുകയാണ്, ഇപ്പോൾ അവൾ അനിയത്തി ഡോക്ടറായിരുന്നു, മറ്റോ. ഇങ്ങനെ നമ്മൾ ഈ പെരുമ പറയുന്ന സ്വഭാവം കൂടിക്കൊണ്ടുവരികയാണ്. ആ പെരുമ പറച്ചിലാണ് ഇന്നത്തെ അൽമാലു വൽ ബനൂൻ. നിങ്ങളുടെ ഈ സമ്പത്തും നിങ്ങളുടെ മക്കളും. ഇപ്പൊ പറയാം, അത്ര ചെലവായി, ഇത്ര ചെലവായി, എത്ര കോടി കൊടുത്തു, ഇത്ര കോടി കൊടുത്തു, വീടിന് ഇത്രയായി, വണ്ടിക്ക് ഇത്രയായി. ഈ പറയുന്ന ഇതൊക്കെയാണ് ദുനിയാവ് എന്ന് പറയാം. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ഇതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകുന്ന സാധനം. പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഇതൊന്നും കൂടെ പൊതിയൂല. അതൊക്കെ ഇവിടെ ഇട്ടിട്ടാ പോകുന്നത്. നമ്മുടെ സമ്പത്ത് എന്ന് പറയില്ലേ, മുതല് എന്ന് പറയില്ലേ, മാലി യഖൂലുൽ അബ്ദു മാലി മാലി. നമ്മൾ പറയും എൻ്റെ മുതല്. ഒരു പറമ്പൊക്കെ ഉണ്ട് എൻ്റെ പേരിലാന്ന് പറഞ്ഞ് നടക്കുമ്പോൾ തന്നെ എന്തൊരു ആവേശം. മൂപ്പർക്ക് ആ പറമ്പ് ഒന്നാക്കി കിടാൻ കിട്ടുമോ? കിട്ടൂല.
എന്തെങ്കിലും അതുകൊണ്ട് ചെയ്യാൻ പറ്റും? വിറ്റ് കാശാക്കി പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ എൻ്റേതാണ്, എൻ്റെ മുതലാണ്, എൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന് തോന്നുന്ന ഒരു തരം വല്ലാത്തൊരു വികാരമുണ്ട്. നബി ഞങ്ങൾ പറയാ, നിന്റേത് എന്ന് പറയുന്നത് മാ അക്കൽത ഫഅഫ്നൈത്, നിങ്ങൾ തിന്നത് അത് നിങ്ങളെ തടിക്ക് കിട്ടിയിട്ടുണ്ട്. വമാ ലബിസ് ഫഅബ്ലൈത്, നിങ്ങൾ ഉടുത്ത വസ്ത്രം അത് നിങ്ങൾ എടുത്തതാ, യൂസ് ചെയ്തതാ, അത് കിട്ടി. പിന്നെ വമാ തസദ്ദഖ്ത, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് സ്വതക്ക ചെയ്തത് അത് നിങ്ങൾക്ക് കിട്ടും എൻ്റെ കൂലി. ബാക്കി എന്താണെന്നറിയോ? നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടേതാണ്, പേര് നിങ്ങളുടെ കൂട്ടത്തിലാണ്, നിങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ആ പറമ്പും ഈ ബിൽഡിങ്ങും ഈ പ്രൊജക്ടൊക്കെ. പക്ഷെ അത് ആരുടേതാണെന്നറിയോ? നിങ്ങൾ തിന്നതും കുടിച്ചതും നിങ്ങൾ സ്വതക്ക ചെയ്തതുമേ നിങ്ങൾക്കുള്ളൂ. ബാക്കിയൊക്കെ മാലുൽ വറസ, മരിച്ചു കഴിഞ്ഞാൽ ഓരിവെക്കാനുള്ളതാ. ഇടയ്ക്കെങ്കിലും ഉണ്ടാതെ കുട്ടികൾ തോർക്ക് പാപ്പാനൊന്ന് കൊണ്ടുപോകണേ പഠിച്ചോനെ എന്നാ അതൊക്കെ ഉരച്ചു വിട്ടുക. പാപ്പയാണെങ്കിലും പോണില്ല, ആയുസങ്ങനെ നീട്ടി പോവുക. മക്കളെങ്കിലും ദ്വാരക്കും പിഷ്കന്മാരായിട്ട് 5 പൈസ അള്ളാഹുവിൻ്റെ ദീനിന് കൊടുക്കാതെ പൂട്ടി വെക്കുമ്പോഴേ മക്കളെങ്കിലും പറയും, ഒരു മനുഷ്യന് ഉപകാരമില്ല പഠിച്ചോനെ, ഞങ്ങൾക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ മനുഷ്യനെ കൊണ്ടേ പോരെ. മക്കളെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോകും. നമ്മുടെ സമ്പത്ത് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ തിന്നതും നിങ്ങൾ ഉടുത്തതും സ്വതക്ക ചെയ്തതും ബാക്കിയൊക്കെ വേറെയുള്ളവർക്കുള്ളതാ. പക്ഷെ നമ്മൾ പറയുന്നതാണ് നിങ്ങളതല്ലത്. ഹബീബാ നബി ഞങ്ങൾ പറഞ്ഞ ഹദീസാണിത്. നിങ്ങളുടേതെന്ന് പറഞ്ഞ് ഞങ്ങൾ തിന്നതുള്ളൂ, നിങ്ങൾ ധരിച്ചതുള്ളൂ, നിങ്ങൾ ദാനം ചെയ്തതേ ഉള്ളൂ, ബാക്കിയൊക്കെ വേറെയുള്ളവർക്കുള്ളതാ. മാലുൽ വറസ, നിങ്ങളുടെ അനന്തരാവകാശികളുടെ സ്വത്താണ്. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. സമ്പാദ്യങ്ങളും സമ്പത്തും മക്കളും ഈ ലോകത്തിന്റെ അലങ്കാരമാണ്. പക്ഷേ അള്ളാഹുവിന്റെ അരികത്തേക്ക് ബാക്കിയാവുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്, സ്വാലിഹായ അമലുകൾ. ബാഖിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സ്വാലിഹായ അമലിൽപ്പെട്ടതാണ്. വൽ വലദു സ്വാലിഹു യുതവഫാ ലിൽ മർഇൽ മുസ്ലിമി ഫയഹ്തസിബു, മക്കൾ മരണപ്പെട്ടു പോയാൽ ആ മക്കളുടെ മരണത്തിൽ ക്ഷമിക്കുമ്പോ ആ മക്കളും സ്വാലിഹായ അമലാണത്രേ. ഹബീബായ നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ബഖിൻ ബഖിൻ ലിഖംസിൻ മാ ഖലഹുന്ന ഫിൽ മീസാൻ, നാളത്തെ തുലാസിൽ കനം തൂങ്ങുന്ന 5 കാര്യങ്ങൾ. 1 സുബ്ഹാനല്ലാഹ്, 2 വൽഹംദുലില്ലാഹ്, 3 വലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. 5-മത്തേത് നിങ്ങൾക്ക് മരണപ്പെടുന്ന മക്കള് അൽ വലദു സ്വാലിഹ് യുതവഫാ ലിൽ മർഇൽ മുസ്ലിമി ഫയഹ്തസിബുഹു, മക്കൾ മരിച്ചാൽ വേദന വരും, സങ്കടം വരും, മറക്കാൻ കഴിയില്ല. അത് ആഴമേറിയ മുറിവാണ്, സങ്കടമാണ്. പക്ഷേ അല്ലാഹുവേ നിന്റെ ഖളാ, നീ തീരുമാനിച്ചു, ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുകയാണെങ്കിൽ 5-മത് നിങ്ങളുടെ മീസാനിൽ കനം തൂങ്ങുന്ന അമല് നിങ്ങൾക്ക് മരിച്ചു പോകുന്ന മക്കളാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലാത്ത സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് ഇവിടെ ഇട്ടേച്ചു പോകാനുള്ളതാണ്. യഖൂലുൽ അബ്ദു മാലി മാലി വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ മാ അകല ഫഅഫ്നാ ഔ ലബിസ ഫഅബ്ലാ ഔ തസദ്ദഖ ഫഅബ്ഖാ വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ വതാരികുഹു ലിന്നാസ്, ജനങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകാനുള്ളതാണ് ബാക്കി സമ്പത്തുകളെല്ലാം. മാ അഹ്സനദ്ദീന വദ്ദുന്യാ ഇദ ഇജ്തമഅ വഅഖ്ബഹൽ കുഫ്റ വൽ ഇഫ്ലാസ ബിർറജുലി. ഹലാലായ സമ്പത്ത്, ഹലാലായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കയ്യിൽ അല്ലാഹു നൽകുന്നത് അത് ഖൈറ് തന്നെയാണ്. ഖൈറായ മാല് കിട്ടണം, മക്കൾ സ്വാലിഹീങ്ങളാവണം, നമ്മുടെ സമ്പാദ്യവും ബിസിനസ്സും ഹലാലായ ബിസിനസ്സുകളാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബിയുടെ ഒരു ദുആ നമ്മൾ പഠിക്കണം. ഓരോ ദിവസവും തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അസ്ബഹ്നാ വ അസ്ബഹൽ മുൽകു ലില്ലാഹ് വൽ കിബ്രിയാഉ വൽ അളമ വൽ ഖൽഖു വൽ ലൈലു വൻ നഹാർ വമാ സകന ഫീഹിമാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹുമ്മ ഇജ്അൽ അവ്വല ഹാദാ അൻ-നഹാരി സ്വലാഹാ وأوسطه فلاحا وآخره نجاحا وأسألك خير الدنيا والآخرة يا أرحم الراحمين. ഇമാം തബറാനിയുടെ ദുആയിൽ മഹാനവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഹബീബായ നബി ഞങ്ങൾ ദുആ ഇറക്കുന്നു ഓരോ ദിവസവും, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വലാഹ് നൽകണേ, നന്മ നൽകണേ, ഞങ്ങളെ നല്ലവരാക്കണമേ. അസ്ബഹനാ വഅസ്ബഹൽ മുൽകു ലില്ലാഹ്, നേരം വെളുത്തു റബ്ബേ. ഇപ്പൊ നമ്മൾ രാത്രിയാണ്, രാവിലെ നേരം വെളുത്തു, നമ്മളുണ്ടാവോ എവിടെയാവോ എന്താവോ ഒന്നും അറിയില്ല അല്ലേ. നേരം വെളുക്കുമ്പോൾ ഞാൻ സുബഹിൻ്റെ മുമ്പ് ഫ്ലൈറ്റ് കയറി നേരം വെളുക്കുമ്പോൾ അബുദാബിയിൽ എത്താൻ വേണ്ടിയുള്ള പോക്ക പോണത്. എവിടെ എത്താന്ന്, ഖബറിലേക്കാണ് എത്തതൊന്നും അറിയില്ല. അസ്ബഹനാ വഅസ്ബഹൽ മുൽകു ലില്ലാഹ്, നേരം വെളുക്കുമ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും അല്ലാഹുവേ അധികാരവും എല്ലാം നിനക്കാണ് റബ്ബേ.
അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, ഞങ്ങളും ഞങ്ങളുടെ അധികാരവും റബ്ബേ നിനക്ക് മാത്രമാണ്. വൽ കിബ്രിയാഉ വൽ അദമ, അല്ലാഹുവേ എല്ലാ അഹങ്കാരവും എല്ലാ പോരിശയും റബ്ബേ നിനക്ക് മാത്രമാണ്. വൽ ഖൽഖു വൽ ലൈലു വൻ നഹാർ, സൃഷ്ടിപ്പ്, മഴ പുതുതായി വരുന്ന സംഗതിയാണ്. ചെടികൾ അള്ളാഹിൻ്റെ ഖൽഖാണ്, അങ്ങനെ ഉണ്ടാവുകയാണ്. പുതിയ പഴങ്ങൾ, പുതിയ ചെടികൾ, പുതിയ ധാന്യങ്ങൾ, എത്രയാണ് അള്ളാഹു സൃഷ്ടിച്ചു. പുതിയ പൂക്കൾ, പുതിയ ഇലകൾ, പുതിയ മരങ്ങൾ, പുതിയ ധാന്യമണികൾ മുളക്കുകയാണ്. ഇതൊക്കെ പുതിയ പുതിയ നക്ഷത്രങ്ങൾ പിറക്കുകയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഖൽഖാണ്. സൃഷ്ടിപ്പും രാത്രിയും പകലും ഒക്കെ നിനക്കാണ് റബ്ബേ. വമാ സകന ഫീഹിമാ ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, രാത്രിയിലും പകലിലും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിൽ അന്തിയുറങ്ങുന്ന എല്ലാം അല്ലാഹുവേ നിനക്ക് മാത്രമാണ്. നിന്റെ അധികാരത്തിൽ പങ്കുകാരായിട്ട് ആരുമില്ല റബ്ബേ. അള്ളാഹു ആകാശത്താ ഭൂമിയിലാന്ന് നമ്മൾ പറയില്ല. എന്തുകൊണ്ടെന്നറിയോ? ആകാശവും ഭൂമിയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ അല്ല, സൃഷ്ടിക്ക് പുറത്താണ്. ഖൽഖ് അള്ളാഹു ചെയ്ത പണിയാണ്. നമ്മൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു ഈ സൃഷ്ടി ലോകത്തിന് പുറത്താണ്. സുബ്ഹാനക യാ റബ്ബ്. നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ അവ്വല ഹാദൻ നഹാരി സ്വലാഹാ. നമ്മുടെ മസ്ജിദുകളിൽ സുബഹി നിസ്കാരത്തിലൊക്കെ ഇമാമുകൾ ഈ ദ്വാരക്കുന്നവരുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് ദ്വാരന്ന് തുടങ്ങാം. രാവിലേക്ക് പ്രഭാതത്തിൽ ദുആ ചെയ്യേണ്ട നല്ല മനോഹരമായൊരു ദുആയാണ്. അല്ലാഹുമ്മ ജഅൽ അവ്വല ഹാദൻ നഹാരി സ്വലാഹാ, അല്ലാഹുവേ ഈ പകലിന്റെ ആദ്യം ഞങ്ങൾക്ക് നന്മയാക്കി തരണമേ, സ്വലാഹ നൽകണമേ. വഔസതഹു ഫലാഹ, ഇതിന്റെ മധ്യം ഞങ്ങൾക്ക് വിജയമാക്കി തരണമേ. വആഖിറഹു നജാഹ, ഈ പകൽ അവസാനിക്കുന്നതോടുകൂടെ ആത്യന്തികമായ എല്ലാ തരത്തിലുമുള്ള വിജയം ഞങ്ങൾക്ക് നൽകണമേ. സ്വബാഹി രാവിലത്തെ ആദ്യ ഭാഗം ഞങ്ങൾക്ക് സ്വലാഹാവണം, അതിൻ്റെ മധ്യഭാഗം ഞങ്ങൾക്ക് ഖൈറാവണം, അതിൻ്റെ അവസാന ഭാഗം റബ്ബേ ഞങ്ങൾക്ക് അന്തിമ വിജയമാക്കി തരണം. അല്ലാഹുമ്മ ജഅൽ അവ്വല ഹാദൻ നഹാരി സ്വലാഹ വഔസതഹു നജാഹ ഫലാഹൻ വആഖിറഹു നജാഹ വഅസ്അലുക ഖൈറദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും നന്മ ഞങ്ങൾക്ക് നൽകണമേ. യാ അർഹമർ റഹീമീൻ. ഹബീബായ നബി ദുആ ചെയ്തു. ആ ദുആ കാരണം അല്ലാഹു നമ്മളെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ മക്കളെ, നമ്മുടെ സമൂഹത്തെ, ഉമ്മത്തിനെ അല്ലാഹു സ്വലാഹ നൽകി ആദരിക്കും. അല്ലാഹു അത്തരം ദുആകൾക്ക് ഉത്തരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സജ്ജനങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു മഹാത്ഭുതമുണ്ട്. സജ്ജനങ്ങളെ കണ്ടുമുട്ടും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ യുൽഖീ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരു ഖൈറ് ചെയ്താൽ, ആ മനുഷ്യൻ ഒരു സ്വാലിഹായ മനുഷ്യനെ അല്ലാഹു അയാളെ കണ്ടെത്തി കൊടുക്കും. അവർ രണ്ടുപേരും കണ്ടുമുട്ടും, സ്വാലിഹീങ്ങളെ കണ്ടുമുട്ടും. യുഅർരിഫു ബൈനഹു വബൈനഹു ഇല്ലം യകുൻ അറഫഹു ഖബ്ലഹ്. മുമ്പ് പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പരിചയമുള്ളവരെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടിക്കും. പരിചയമില്ലാത്തവരാണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കും. സജ്ജനങ്ങളെ പരിചയപ്പെടുക അതൊരു വലിയ ഭാഗ്യമാണ്. ഇവിടെ അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അത് യുക്തിവാദികൾക്ക് മനസ്സിലാവില്ല. മുസ്ലിമീങ്ങളിലെ തന്നെ തലച്ചോറിനെ ആസ്പദപ്പെടുത്തി ദീനിനെ വ്യാഖ്യാനിക്കുന്നവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരുപാട് അസ്റാറുകൾ നടക്കുന്ന ലോകമാണിത്. മഹാനായ അബൂ ജഅഫറുൽ ഖസ്വാഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ജാബിറുർ റഹ്ബി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ കൂടെ ഞാൻ നടക്കുമ്പോൾ എന്നോട് പറഞ്ഞു, മുർബിനാ നതസാബഖ്. ജാബിറുർ റഹ്ബി എന്നവർ ലോകം കണ്ട അത്ഭുതം സൃഷ്ടിച്ച മഹാനാണ് ജാബിറുർ റഹ്ബി. അവരോട് കൂടെ ഒരു ചെറിയ ഓട്ട മത്സരത്തിന് മഹാനായ അബൂ ജഅഫറുൽ ഖസ്വാഫ് തങ്ങളെ വിളിക്കാൻ, നമ്മളൊന്ന് ഓടല്ലേ എന്ന് ചോദിച്ചു. മുർബിനാ നതസാബഖ്. അപ്പൊ അവിടെ ഒരു മരത്തിന്റെ പാലുണ്ട്. പറഞ്ഞു, നിങ്ങൾ ഈ പാലത്തിലൂടെ, ഒരു പുഴയാണ്, പുഴ കുറുകെ കിടക്കണം, അപ്പൊ നിങ്ങൾ ഈ പാലത്തിലൂടെ ഓടിക്കോ, ഞാൻ പുറത്തുകൂടെ വരാം, നമ്മൾ രണ്ടാളൊന്ന് ഓടി നോക്കല്ലേ എന്ന് പറഞ്ഞു. മഹാനായ അബൂ നഈമുൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിൽ ഇത് ഉദ്ധരിച്ചു. അപ്പോ ഞങ്ങൾ ഓടുക, എന്നോട് പറഞ്ഞു മരത്തുമ്പോ കൂടെ ഓടിക്കോ. അങ്ങനെ മഹാനായ അബൂ ജഅഫർ ഖസ്വാഫ് എന്നവർ പാലത്തിലൂടെ ഓടുകയാണ്. അന്നത്തെ പാലം കോൺക്രീറ്റ് പാലൊന്നുമല്ല, അന്നത്തെ മരത്തിന്റെ പാലല്ലേ. ഫമറർതു അന അലൽ ജിസ്രി, ഞാൻ പാലത്തിലൂടെ നടന്നു.
അങ്ങനെ ഞാൻ കുറേ നടത്ത മത്സരമാണ്. നമുക്ക് നടന്ന് മത്സരിക്കല്ലേ. ഇപ്പം രാവിലെയൊക്കെ സുബഹിൻ്റെ മുമ്പൊക്കെ റോട്ടിലൂടെ അങ്ങ് നടക്കുന്നത് കാണാം അല്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഡോക്ടർ പഠിപ്പിച്ചാൽ കാരണം ഇനി നടന്നിട്ടില്ലെങ്കിൽ പണിയാവട്ടോ, ഷുഗർ ഇക്കണക്കിന് പോയാൽ അടിച്ചു പോകും. അപ്പോൾ പിന്നെ നടക്കന്നെ. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, ചൂടാണെങ്കിൽ ചൂട്, പേപ്പട്ടികളുണ്ടെങ്കിലും പ്രശ്നമില്ല, മരിക്കാതെ ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഓട്ടത്തിലാണ്. നല്ലതാണ്, ആരോഗ്യം നിലനിർത്തിയിട്ട് തന്നെ ജീവിക്കണം. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. കൂട്ടത്തെ പറയാം, പർദ്ദട്ടൊക്കെ പെണ്ണുങ്ങളെ പോകുമ്പോഴേ മഴക്കാലം കൂടിയാണ്. ഈ വണ്ടി ഓടിക്കുന്നവർക്ക് ഇപ്പുറത്തുനിന്നൊരു വണ്ടി ലൈറ്റ് അടിച്ച് വന്നാൽ ഈ പോകുന്ന വണ്ടിക്കാരന് കറുത്ത വസ്ത്രം ധരിച്ച പോലെ കാണാൻ കഴിയില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കും ഞാനിപ്പോൾ ഒരു 10-60 കിലോയുള്ള മനുഷ്യൻ നടക്കുമ്പോൾ എങ്ങനെയാണ് കാണാണ്ടിരിക്കാൻ? കാണാൻ കഴിയില്ല ഇപ്പുറത്ത് ലൈറ്റ് വന്നാൽ. അപ്പം എന്ത് ചെയ്യണം? ഒരു റിഫ്ലക്ടർ, എന്തെങ്കിലും ദേഹത്ത് ഒരു വെളിച്ചം തട്ടിയാൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു റിബണെങ്കിലും ദേഹത്ത് കെട്ടണം, വേണ്ടല്ലോ. അല്ലെങ്കിൽ വസ്ത്രത്തിലെങ്കിലും മറ്റേതെങ്കിലും കളറ് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് എത്ര അപകടങ്ങൾ ഉണ്ടാകുന്നു ഈ രാവിലെയൊക്കെ നടക്കുമ്പോൾ. രാത്രി വാല് കഴിഞ്ഞ് പോവാണ്, റോഡിലൂടെ പോകുമ്പോൾ അങ്ങനെ കൂട്ടായിട്ട് പോകും. പക്ഷേ ഈ ലോറിക്കാരും വണ്ടിക്കാരും ഒരു പകുതി ഉറക്കത്തിലാകാൻ വരിക. പിന്നെ മഴ ഉണ്ടെങ്കിൽ വൈപ്പറൊന്നും അടിച്ച് ഗ്ലാസ് ഒന്നും അവർക്ക് വൈപ്പർ അടിച്ച് ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതിനിടയ്ക്ക് ഇപ്പുറത്തുനിന്ന് വല്ല വണ്ടി ഹെഡ്ലൈറ്റ് ഫ്ലാഷ് അടിച്ച് വന്നാൽ പോകുന്ന ആൾക്ക് കാണൂല. അവർ സൈഡ് പിക്കപ്പ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ മുമ്പിലുണ്ടാവും, ചതഞ്ഞരഞ്ഞു പോകും. എത്ര ആൾക്കാർ മരിക്കുന്നുണ്ട്. പടുത്തല്ലേ നമ്മൾ ഈ റോട്ടിൽ 2 ബസ് കൂട്ടിയിടിച്ചത് അല്ലേ? ഒരു അപകടം കണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, റോഡ് അപകടങ്ങൾ എത്രയാ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അസ്ബാബുകൾ നമ്മൾ സ്വീകരിക്കണേ, സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ. അപ്പൊ ഇവര് പാലത്തിലൂടെ നടക്കുകയാണ്. മഹാനായ അബൂ ജഅഫർ അൽ ഖസ്സാഫ് എന്നവര്. ജാബിർ റഹ്ബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ കുറേ തിരിഞ്ഞു നോക്കുമ്പോ ഫഇദാ ഹുവ യംശി അലൽ മാഇ യൻതളിഹു മിൻ തഹ്തി ഖദമൈഹി. ഞാൻ നോക്കുമ്പോ ജാബിർ റഹ്ബി എന്നവരെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിട്ട്, നമ്മൾ ചളി തെറിപ്പിച്ച് വരുന്ന പോലെ, അദ്ദേഹം ബ്രിഡ്ജിലൂടെയല്ല നടന്നത്, അദ്ദേഹം വെള്ളത്തിലാണ് നടന്നത്. ആ വെള്ളത്തിലൂടെയുള്ള നടത്തം ഒരു കറാമത്താണ്. ഇത് ഔലിയാക്കന്മാർക്ക് സംഭവിച്ചത് ഒരുപാടുണ്ട്. നടക്കുന്ന ഒരാൾ പൊടിയിൽ നടക്കുമ്പോൾ പൊടി മാറുന്ന പോലെ വെള്ളം ചിതറിത്തെറിക്കുന്നുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം വെള്ളത്തിലൂടെയാണ് ഓടി വന്നത്. ഇത് ചിലർക്ക് മായാവി കഥയായിട്ട് തോന്നും. മുഅ്മിനീങ്ങൾ ആമന്ന വസദ്ദഖന, സജ്ജനങ്ങൾക്കുണ്ടാകുന്ന മഹാത്ഭുതങ്ങളെയാണ് കറാമത്ത് എന്ന് പറയാം. അത് വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾക്ക് ഒരു പ്രയാസമില്ല. അല്ലാത്തവർക്ക് ഇതൊരു കോമഡി ആയിരിക്കും. അതവർ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. ഞാൻ നോക്കുമ്പോൾ മഹാനവറുകളുടെ കാലിൽ നിന്ന് വെള്ളം ചിതറിത്തെറിക്കുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ചോദിച്ചു, മല്ലാ യുഹ്സിനു മിഥ്ല ഹാദാ അംശി അലൽ ജിസ്രി വതംശി അൻത അലൽ മാ. ഇതെന്ത് കഥ? നിങ്ങൾ വെള്ളത്തിലും ഞാൻ ഈ ബ്രിഡ്ജിലും ഓടുകയോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, വഖദ് റഅയ്തനി, നിങ്ങളത് കണ്ടോ? ഞാൻ വെള്ളത്തിലൂടെ ഓടി വരുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ആ ഞാൻ കണ്ടു. പറഞ്ഞു, അൻത റജുലുൻ സ്വാലിഹ്. ഇവിടെയാണ് നമ്മുടെ വിഷയം. നിങ്ങൾ ഒരു സ്വാലിഹായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ, സ്വാലിഹായ ഒരു മനുഷ്യനെ ഒരു വലിയിന്റെ കറാമത്ത് കാണാൻ കഴിയുന്ന, ഒരു ആലിമിന്റെ, ഒരു സയ്യിദിന്റെ, ഒരു വലിയിന്റെ കറാമത്ത് കാണാൻ കഴിയുന്നത് ഒരു സ്വാലിഹായ മനുഷ്യന്റെ അടയാളമാണ്. അൻത റജുലുൻ സ്വാലിഹ്. മഹാനായ അബൂ നഈം തങ്ങൾ ഇത് ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മഹാനായ നജ്മുദ്ദീൻ അൽ അസീ തങ്ങൾ പറഞ്ഞു, ഫീ ദാലിക ഇഷാറ, ഇതിൽ ഒരു ഇഷാറയുണ്ട്, ഇതിലൊരു മഅനയുണ്ട്. അന്ന സ്വാലിഹ് ലാ യുത്ലിഉ അലാ കറാമതിഹി ഇല്ലാ മൻ കാന സ്വാലിഹ. സ്വാലിഹായ ഒരാൾക്ക് ഒരു വലിയ തൻ്റെ കറാമത്ത് കാണിച്ചു കൊടുക്കുകയുള്ളൂ എന്നും അതിന് സാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും, ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. നിങ്ങളതിൻ്റെ ആ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല. അത് ഉയരുമ്പോൾ കാണാൻ കഴിയും എന്നാണ് അതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാഇന്റെ ആ ഒരു സുഹ്ബത്തും അവരുടെ സജ്ജനങ്ങളുടെ സ്വഭാവവും അല്ലാഹു നമ്മളിൽ കാണിച്ചു തരട്ടെ. ഒരാൾ വന്നിട്ട് മഹാനവറുകളോട് ചോദിച്ചു, മഹാനായ നജ്മുദ്ദീൻ അസീ തങ്ങളോട്, യാ സയ്യിദി അഫീ ഹാദ സമാനി വലി, ഈ കാലഘട്ടത്തിൽ വലിയുണ്ടാകുമോ? ഈ കാലഘട്ടത്തിൽ വലിയുണ്ടോ? ഔലിയാക്കന്മാരൊക്കെ മരിച്ചുപോയി തീർന്നിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഔലിയാക്കൾ ഉണ്ടാകുമോ? ലാ യഖ്ലു വഖ്തുൻ മിനൽ ഔലിയാഇ ഹത്താ തഖൂമ അസ്സാഅ. മഹാനായ നജ്മുദ്ദീൻ അസീ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാപ്പ വലിയൊരു ആലിമാണ്. ഇവരൊക്കെ തസ്കിയത്തുൻ നഫ്സിന്റെ അർബാബുകളാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ഔലിയാക്കന്മാരില്ലാത്തൊരു കാലം ഉണ്ടാവില്ല, എപ്പോഴും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാവും. അപ്പൊ പറഞ്ഞു, ഫമാലി ലാ അറാ മിൻഹും അഹദ, എനിക്ക് ആരും കാണുന്നില്ലല്ലോ. ഇതാണ് ഇന്നത്തെ പരാതി. ഒരാളെ കൈപിടിക്കാൻ, ഒരു സ്വാലിഹിനെ കണ്ടുമുട്ടാൻ ഞാൻ ആരും കാണുന്നില്ല. ഒക്കെ നമ്മളെ പോലൊക്കെ തന്നെയല്ലേ ഉള്ളൂ, ഞാൻ ആരെയും കാണുന്നില്ലല്ലോ. മാലി ലാ അറാ അഹദൻ മിൻഹും. അതിന് മറുപടി കൊടുത്തു, യാ ഹാദാ കൈഫ തറാഹും വഅൻത ലസ്ത മിൻഹും.
നീ അവരെ കാണണമെങ്കിൽ അവരുടെ ആ ഒരു സംഘത്തിൽ കൂടാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ നിനക്ക് വേണ്ടേ? നിന്റെ ഖൽബ് ശുദ്ധിയായിട്ടുണ്ടോ? നീയും അള്ളാഹും തമ്മിലുള്ള ബന്ധം ക്ലിയർ ആയിട്ടുണ്ടോ? നീയും റബ്ബും തമ്മിലുള്ള കടപ്പാടുകൾ എങ്ങനെയാണ്? അതൊക്കെ ക്ലിയർ ആണോ? നീ കണ്ടിരിക്കും. നീ അത്തരം ആളുകളുമായി ബന്ധം പുലർത്തിയിരിക്കും, അവരെ നീ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ചോദിച്ചു, ഇനിയിപ്പോ അവരെ പോലെ ആവുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കൊക്കെ സംശയം ഉണ്ടാവും, എങ്ങനെ അങ്ങനെ ആവുക? അള്ളാന്റെ ഔലിയാക്കന്മാരെ കണ്ടുമുട്ടണമെങ്കിൽ അവരുടെ ആ ഒരു സംഘത്തിലേക്ക് ചേരത്തക്ക ഗുണം വേണം. അതെങ്ങനെ ഉണ്ടാകും? അതിന് മറുപടി കൊടുക്കുന്നു. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ കൃത്യമായും അതിന്റെ സുന്നത്തോടെ റവാത്തിബുകളോടെ നിർവഹിക്കുക. അല്ലാഹു നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ വേറെയും ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഒരു വാപ്പ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു വല്ലിപ്പ എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, മഹല്ലിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ, സെക്രട്ടറിയും ഖജാൻജിയും എന്ന ഒരു മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുവിന്റെ മസ്ജിദുമായി, നിങ്ങളുടെ വീടുമായി, നിങ്ങളുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ അള്ളാഹു ഏൽപ്പിച്ച ചില ഫർളുകളുണ്ട്, ഫറായിദുകൾ. അത് നിങ്ങൾ നിർവഹിക്കണമേ. നിങ്ങൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം. ഒരാൾക്ക് വരുമാനമുണ്ട്, പ്രശ്നമില്ല. ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. ഗൾഫിലുള്ള ഏട്ടൻ പൈസ തരട്ടെ, അല്ലെങ്കിൽ എളാപ്പ തരുന്നുണ്ട്, എളാപ്പാന്റെ മോൻ നോക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ പണിക്ക് പോകണ്ടല്ലോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം, അധ്വാനിക്കണം. ജോലി ചെയ്യാൻ കഴിയുന്ന കാലത്തോളം ജോലി ചെയ്യുക. പിന്നെ പറ്റാത്ത കാലം റിട്ടയർമെന്റ്. ആരോഗ്യമുള്ള സമയത്തിന് റിട്ടയർമെന്റ് ആയ പിന്നെ എന്താ ചെയ്യുക? അധ്വാനിക്കണം. തുലാസിം ഹിർഫ. തസൗഫിന്റെ ഇൽമിൽ പറയുന്ന തസൗഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിർഫത്തുൻ വ തഅഫുഫ്, അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്. തസൗഫ് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ആളുകളോട് കൈനീട്ടി യാചിക്കാതിരിക്കുക. അത് തന്നെയാണ് തസൗഫ് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. ലാസിം ഹിർഫതക്, നിങ്ങളുടെ ജോലി നിങ്ങൾ നിർവഹിച്ചു കൊള്ളണം. വതത്തഖില്ലാഹ ഫീഹാ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. വഫീ സായിരി അമാലിക്, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിനെ ഭയപ്പെടണം. അപ്പോഴേ സ്വാലിഹീങ്ങളെ കണ്ടുമുട്ടാൻ പറ്റൂ, ഔലിയാക്കന്മാരെ കാണാൻ പറ്റൂ. വതുഖ്ലിസു ലില്ലാഹി തആല, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം നിയ്യത്ത് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഫഹീന ഇദിൻ തകൂനു മിൻ ഔലിയാഇല്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സംഘത്തിൽ ചേരും. വതറാഹും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയും. ഇതാണ് അതിന്റെ നിബന്ധന. ഇനി ഞാനൊരു ചരിത്രം പറയാം. മഹാനായ മുഹയ്യിദ്ദീൻ ഇബ്നുൽ അറബി, മഹാനായ ഇബ്നുൽ അറബി തങ്ങളുടെ മുസാമറാത്ത് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനായ റിയാഹ് ഇബ്നു ഉബൈദ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ മുമ്പ് മഹാനവറുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഖലീഫയാകുന്നതിന്റെ മുമ്പ് മഹാനവറുകൾ സുഖലോലുപനായി ജീവിച്ചൊരു ചെറുപ്പക്കാരനാണ്. അങ്ങനെയായിരുന്നു. കാരണം ബന്ധുക്കളൊക്കെ, ഭാര്യയുടെ അമോഷൻ ഖലീഫയാണ്, പിന്നെ ഭാര്യയുടെ ആങ്ങളമാർ മുഴുവൻ ഉമറാക്കളാണ്, ഗവർണേഴ്സാണ്. പിന്നീട് അവരൊക്കെ ഖലീഫമാരായി മാറി. വലീദ് ഇബ്നു അബ്ദുൽ മലിക്, മസ്ലമത്ത് ഇബ്നു അബ്ദുൽ മലിക്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്, ഇവരൊക്കെ വിഐപികളാണ്. അങ്ങനത്തെ കുടുംബത്തിനാണ് കല്യാണം കഴിച്ചത്. മഹാന്റെ ഒരു വാക്കുണ്ട്, ഇന്നലീ നഫ്സൻ സവ്വാഖ, ഉന്നതങ്ങളിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന, ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് മോഹിക്കുന്ന ഒരു ശരീരം, ഒരു നഫ്സാണ് എന്റേത്, എൻ്റെ മനസ്സ്. പറഞ്ഞു, എനിക്കന്ന് ആഗ്രഹം ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. ഫതസവ്വജ്തുഹാ, അവളെ കല്യാണം കഴിച്ചു. പിന്നെ ഒരിക്കലും രാജാവിന്റെ മോളെ, പ്രിൻസസിനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. അത് നടന്നു. പിന്നെ ഇംറത്തുൽ മദീന, മദീനയുടെ അമീറാവണം, മദീനയുടെ ഗവർണറാവണം. റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിൽ കുറച്ചു കാലം കഴിയണം. അങ്ങനെ മദീനയുടെ ഗവർണറായി. ثم طاقت نفسي الى الخلافه, പിന്നെ എൻ്റെ നഫ്സിനോട് പറഞ്ഞു ഖലീഫയാവണം. അങ്ങനെ അല്ലാഹു എനിക്ക് ഖിലാഫത്തും നൽകി. 2.5 കൊല്ലം ഭരിച്ചത്, 2.5 കൊല്ലം. അത് കഴിഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞു, എൻ്റെ നഫ്സ് ഇനിയും കൊതിക്കുകയാണ്. അസ്ഹാബ് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഖിലാഫത്തും കിട്ടി, ഇമാറത്തും കിട്ടി, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന വലിയൊരു ഭരണാധികാരിയുടെ മകൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് എന്ന വളരെ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനും കഴിഞ്ഞു. ഇനി എന്താ നിങ്ങളുടെ ആഗ്രഹം? താഖത്ത് ഇലൽ ജന്ന, ഇനി എൻ്റെ നഫ്സ് പറയുന്നത് സ്വർഗത്തിലെത്തണമെന്നാണ്. അങ്ങനെ മഹാന്റെ ജനാസ ഖബറിലേക്ക് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വറഖ, ഒരു തോൽക്കഷ്ണം പാറി വന്ന് വീണു എന്നാണ്. ആ ജനാസയുടെ മുകളിലേക്ക്, മണ്ണിലേക്ക് വെച്ച ജനാസന്റെ മുകളിൽ ഒരു തോൽക്കഷ്ണം വന്ന് വീണു. നോക്കുമ്പോൾ ഫഇദാ ഫീഹാ മക്തൂബ്, അതിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹാദിഹി ബറാഅത്തുൽ ലക മിനന്നാർ, നിങ്ങൾക്ക് നരകം നിഷിദ്ധമാണ്, നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിയിക്കുന്ന അറിയിപ്പാണിത്
ആ തോൽ കഷ്ണവും വെച്ചാണ് മഹാനെ മറവ് ചെയ്തത്. അങ്ങനത്തെ താബിഈങ്ങളിൽപ്പെട്ട മഹാനും 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ബിഇജ്മാഇൽ ഉലമ. ഓരോ 100 കൊല്ലം കഴിയുമ്പോഴും മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ദീനിന് ഒരു മുജദ്ദിദിനെ അള്ളാഹു പറഞ്ഞയക്കുന്ന ആ ആളുകളെ കൊണ്ട് ദീനിന് ഉണർവുണ്ടാവും. അങ്ങനത്തെ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് ആരെന്ന് ചോദിച്ചാൽ ബിഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാരുടെ ഇജ്മാ, വിത്ത് ദ കൺസെൻസസ് ഓഫ് ദ ഉലമ. ഉലമാഇന് ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അങ്ങനത്തെ മഹാനാണിത്. 2.5 കൊല്ലം കൊണ്ട് മാറ്റം ഉണ്ടായത്. ഖിലാഫത്തിന്റെ തലേ ദിവസം, ഖിലാഫത്ത് പിറ്റേന്നാ കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുമെന്നൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ആ ദിവസം, തലേ ദിവസം ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കയ്യിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരാൾ മഹാനായ റയാഹ് ഇബ്നു ഉബൈദ് എന്നവർ കാണുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ അന്ന് രാജകുമാരനാണ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഒരു പ്രായമായ മനുഷ്യൻ കൈപിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന ഹാദ ശൈഖ ജാഫ്, ഈ ഒരു മനുഷ്യന്റെ കഥ കണ്ട ഈ പ്രായമായ മനുഷ്യൻ രാജകുമാരനെ കണ്ടപ്പോൾ ആ രാജകുമാരനോട് വല്ല പൈസയും കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കുകയായിരിക്കും. മോശപ്പെട്ട ഒരു മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ കണ്ടില്ല, ഇപ്പോഴും പൈസ മോഹിച്ച് നടക്കുന്നു എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. കാരണം ഒരു രാജകുമാരനെ ആ നാട്ടുകാർക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു വൃദ്ധനാണ് ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്നത്. ഫലമ്മാ സ്വല്ല, നിസ്കാരം കഴിഞ്ഞ്, ദുഹർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് കയറിയപ്പോൾ റയാഹ് ഇബ്നു ഉബൈദ് എന്നവർ പറയാ, ഞാനും പിന്നാലെ കയറി ചെന്നു. ഞാൻ ചോദിച്ചു, അസ്ലഹല്ലാഹുൽ അമീർ, നിങ്ങൾ അമീറാണ്, പ്രിൻസാണ്, രാജകുമാരനാണ്. അസ്ലഹല്ലാഹുൽ അമീർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൈ പിടിച്ചിങ്ങനെ ചാരി നിന്നിരുന്ന ആ വൃദ്ധനായ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. മാ അഹ്സിബുക യാ റയാഹു ഇല്ലാ റജുലൻ സ്വാലിഹാ. റയാഹേ, നിങ്ങളൊരു സ്വാലിഹായ മനുഷ്യനാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ആരായതെന്നറിയോ? ഇതെന്റെ സഹോദരൻ ഖിദർ നബിയാണ് അലൈഹിസ്സലാം. ആ വന്ന വൃദ്ധനായ മനുഷ്യൻ ഖിദർ നബി അലൈഹിസ്സലാം ആയിരുന്നു. എന്റെ അരികത്ത് വന്ന് എന്നോട് പറയുകയായിരുന്നു, ഈ ഉമ്മത്തിന്റെ വിലായത്ത്, ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്നും ഞാൻ അതിൽ നീതിമാനായ ഭരണാധികാരിയായി മാറുമെന്നും എന്നോട് പറയുകയായിരുന്നു ഖിദർ അലൈഹിസ്സലാം. ഇത് പറഞ്ഞ് പിറ്റേന്നാണ് അദ്ദേഹത്തിന് ഖിലാഫത്ത് നൽകപ്പെടുന്നത് എന്നത് മറ്റൊരു അത്ഭുതമാണ്. ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഭാഗ്യമുണ്ടായ എത്രയോ ആളുകളുണ്ട്. ചരിത്രങ്ങളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖിദർ നബിയെ നിങ്ങൾ കണ്ടല്ലേ റയാഹ് ഇബ്നു ഉബൈദ്, നിങ്ങൾ സ്വാലിഹായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ ഒരു സ്വാലിഹായ മനുഷ്യനെ അത് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ എന്നാണ്. സ്വാലിഹായ ഒരു മനുഷ്യനെ ഒരു വലിയനെ കണ്ടുമുട്ടാൻ കഴിയുള്ളൂ. അങ്ങനെ തൗലിയാക്കന്മാരെ കണ്ടുമുട്ടുന്നുവെങ്കിൽ നിങ്ങളിൽ സ്വലാഹുണ്ട് എന്നാണ് ഇതിനർത്ഥം. സ്വലാഹ് ഉണ്ടാവേണമെങ്കിൽ 5 കാര്യങ്ങളാണ് മഹാന്മാർ നിർദ്ദേശിച്ചത്. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. റഹ്മാനായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വാലിഹീങ്ങളിലേക്ക് ചേർത്തി തരട്ടെ. നമ്മുടെ ശരീരങ്ങൾ നമ്മെ ആത്മവിചാരണ ചെയ്യുകയും അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇബാദത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യത്തക്ക വിധം നമ്മെ തന്നെ നിരൂപിക്കുന്ന ലവ്വാമത്തായ നഫ്സ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ بلى قادرين على أن نسوي بنانه بل يريد الإنسان ليفجر أمامه يسأل أيان يوم القيامة فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر
ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അന്ത്യനാളിനെ തന്നെയാണ് സത്യം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, ആത്മവിചിന്തനത്തിന് സ്വയം നിരൂപണം ചെയ്യുന്ന, സ്വന്തത്തോട് നീ ചെയ്തത് ശരിയല്ലല്ലോ എന്ന് തെറ്റ് ചെയ്യുമ്പോൾ പറയുന്ന ശരീരങ്ങളെ തന്നെയാണ് സത്യം. അള്ളാഹു സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമാണ്. അള്ളാഹു അത്തരം നഫ്സുകളെ, ലവ്വാമത്തായ നഫ്സുകൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ നഫ്സിൽ 3 എണ്ണമാണ്. ഒന്ന് അമ്മാറ, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ലവ്വാമ, തിന്മ ചെയ്യുമ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്ന നമ്മുടെ ശരീരം. നീ ചെയ്ത് ശരിയായില്ലല്ലോ, അവിടെ നീ പറഞ്ഞത് ശരിയായില്ല, നീ അത് പറയാൻ പാടില്ലല്ലോ, നീ അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നല്ലോ എന്ന് സ്വന്തത്തെ ചിന്തിപ്പിക്കുന്ന നഫ്സ്. പിന്നെ പറഞ്ഞു വൻ നഫ്സുൽ മുത്മഇന്ന, ഈമാന് കൊണ്ട് ആത്മശാന്തി പൂണ്ടു കിടക്കുന്ന ശരീരം. അവരെയാണ് മരണനേരത്ത് മലക്കുകൾ വിളിച്ചു കൊണ്ടുപോവുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട ശരീരമേ, ദീനുൽ ഇസ്ലാം, പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് റിള കൊണ്ട് സ്വീകരിച്ച ശരീരമേ, ഉദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി, അങ്ങനത്തെ നഫ്സേ ഇങ്ങോട്ട് പോരിൻ, എൻ്റെ അടിമകളിലേക്ക്, എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അത്തരം നഫ്സുകളോട് പറയപ്പെടും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടും അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും ഇങ്ങോട്ട് വന്നേക്കിൻ, അല്ലാഹുവിലേക്ക് പോരിൻ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ സജ്ജനങ്ങളായ അടിമകളിലേക്ക്, എൻ്റെ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അത്തരം നഫ്സുകളോട് പറയപ്പെടുന്നുണ്ട്. യാ അല്ലാഹ്, ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മളൊക്കെ ഊഴം കാത്തിരിക്കുക. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിച്ചവരെ തല മൂടിക്കെട്ടിട്ട് കൊണ്ടുപോകും ഓരോരുത്തരെ ടൈമാവുമ്പോൾ. അപ്പോൾ അടുത്തുള്ള ആളെ ഞാനിഞ്ഞ് എപ്പോഴാണാവോ എന്ന് കാത്തിരിക്കുന്ന പോലെയാണ് മരണത്തെ ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്. ആ ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാവണം, നല്ലതാണ്. മരണത്തെക്കുറിച്ച് നാളെ ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഈ മനുഷ്യൻ മരിച്ചത് നന്നായി എന്നൊരാളും പറയരുത്. നമ്മുടെ മരണത്തിൽ യഹിന്നു അലൈക്കും, ആ മനുഷ്യൻ കുറെ കാലം ജീവിക്കണമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സുകൊണ്ട് പറയണം. അതൊരു ശഫാഅത്താണ്. നമ്മൾ മനുഷ്യർക്ക് ഭാരമാവാതെ ജീവിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, ഒരു സ്വാലിഹത്തായ പെണ്ണായിരുന്നുവെന്ന് നമ്മളെപ്പറ്റി നാളെ പറയപ്പെടണം. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ലോകത്ത് കൈപ്പറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ നൊബേൽ പ്രൈസ്, ഏറ്റവും നല്ല വലിയൊരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ നാവിലൂടെ കാന അബ്ദൻ സ്വാലിഹാ, അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു, ഇത് പറയലാണ്. ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മരിച്ച് മണ്ണായി പോയി എല്ലുകൾ നുരുമ്പിപ്പോയതിനു ശേഷം അവന്റെ എല്ലുകളെ കൂട്ടിയോജിപ്പിച്ച് ഒരു ശരീരം നൽകി, ജീവൻ നൽകി വിചാരണക്ക് അവനെ ഹാജരാക്കാൻ അള്ളാഹുവിന് കഴിയില്ല എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടോ? ബലാ, അള്ളാഹു കഴിയുന്നവനാണ്. ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിരൽ അടയാളങ്ങളാണ് അള്ളാഹു നൽകിയത്. 7 ബില്യൺ ജനങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഒരു 10 ലക്ഷം ആകുമ്പോഴാണ് 1 മില്യൺ എന്ന് പറയാം. അങ്ങനെ 1000 10 ലക്ഷമാകുന്നതാണ് 1 ബില്യൺ. അങ്ങനത്തെ 7 ബില്യൺ മനുഷ്യന്മാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് കണക്ക്. അല്ലാഹു അലം. പിന്നെ